ഹായ്. അപ്പം ഇന്ന് നമ്മുടെ 6ാമത്തെ ദിവസമാണ് ഈ മെഡിറ്റേഷൻ സീരീസിൽ. 6ാമത്തെ ദിവസം ഇന്ന് നമ്മൾ വേഗം തന്നെ നമ്മൾ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. കാരണം ഇന്നലത്തെ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചത് എന്താണ്? കണക്റ്റിംഗ് ടു യുവർ സോൾ, ആത്മാവിലേക്ക് കണക്ട് ചെയ്യുക, ഇറങ്ങിച്ചെല്ലുക. ഇന്ന് പേർപ്പസ് ഓഫ് ലൈഫാണ് നമ്മുടെ. ഇന്നലെ ഞാനത് കുറച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ഒരു പേർപ്പസ് ഉണ്ട്, ഇവിടെ നമുക്കൊരു ധർമ്മമുണ്ട്. തേൻ കളക്ട് ചെയ്യാൻ പോകുന്ന തേനീച്ചനെ പോലെ എൻ്റെ ഉത്തരവാദിത്വം തേൻ എടുക്കലാണ്, എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കുട്ടികളെ നോക്കലാണ്, കുടുംബത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യലാണ് എന്ന് വിചാരിച്ചിരിക്കാതെ, ആ ഒരു മോഢതയിലിരിക്കാതെ എനിക്ക് പരാഗണം എന്ന വലിയ ഒരു ദൗത്യം ഇവിടെ ചെയ്യാനുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരുടെയും അനുഭവങ്ങൾ യുണീക്കാണ്, ഓരോരുത്തരുടെയും ജീവിത ധർമ്മവും യുണീക്കാണ്. അതുകൊണ്ടാണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് 1-to-1 കോച്ചിങ്ങിന് വരുന്ന എൻ്റെ ക്ലയൻസിനോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് വരിക. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്ത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഈ പ്രശ്നങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണ്? ആ പേർപ്പസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സ്പീരിയൻസ്. പേർപ്പസോ, എന്ത് ധർമ്മം? ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇനി കുട്ടികളും കുടുംബവും ഒക്കെയാണ് എന്നായിരിക്കും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറയുമ്പം പലർക്കും ഇങ്ങനെ ഒരു പുതിയ എന്തോ കേൾക്കുന്ന ഒരു, ഞാനെന്തോ ഒരു അന്യഗ്രഹ ജീവി എന്തോ പറയുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങളത് ആലോചിക്കുക. എന്നിട്ട് നമ്മുടെ പേർപ്പസ് എന്താണെന്നുള്ളത് നമ്മുടെ ആത്മാവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. നമ്മൾ മനസ്സിനെ ഷട്ട് ചെയ്തിട്ട്, മനസ്സിനെ ഒന്ന് ഓഫാക്കിയിട്ട് ആത്മാവിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. എങ്ങനെ? നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലേ, ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, മാത്സ്, ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ അവസാനം കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചാപ്റ്റേഴ്സൊക്കെ എന്തിനാ? ചാപ്റ്റേഴ്സിലൂടെ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് അല്ലേ. ഈ കാര്യങ്ങളെ നമ്മൾക്ക് ഭാവിയിൽ ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ സൈനും കോസും തീറ്റയൊന്നും നമ്മൾ എവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിലും കൂടെയിട്ട് ചിലപ്പോൾ ജോലിയിൽ, നമ്മുടെ കരിയറിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വന്നേക്കാം. നമ്മൾക്ക് ഒരു ജനറലായിട്ടുള്ള കുറച്ച് അറിവും ആവശ്യമുണ്ട്. വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ് നമ്മളെ എന്താ പറയുക, അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനാണ് നമുക്ക് ഈ പാഠങ്ങളൊക്കെ. ഇനി ഈ പാഠങ്ങൾ കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയാണോ? അല്ല, അതിൻ്റെ ബാക്കിൽ ഓരോ പാഠവും കഴിയുമ്പോൾ കുറേ ചോദ്യങ്ങളുണ്ട്. പല പല ടൈപ്പിലുള്ള ചോദ്യങ്ങൾ. ട്രൂ ഓർ ഫാൾസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തിനാ ഇങ്ങനെ എത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള? ഇനി ഇത് പോരാത്തതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും അല്ലേ. ടീച്ചർ നമ്മളോട് ഉണ്ടാക്കാൻ പറയും. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും 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 ആ ചാപ്റ്റർ വായിക്കുകയാണ് അല്ലേ. ലെക്ചർ നോട്ട് എഴുതുന്നുണ്ട്, ലെക്ചർ കേൾക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചർ പരീക്ഷ നടത്തും. എത്ര പരീക്ഷയാണ് നടത്തുന്നത്? മിഡ് ടേം ഉണ്ട്, ടേം എക്സാം ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്, ഹാഫ് ഇയർലി ഉണ്ട്, ആനുവൽ എക്സാം ഉണ്ട്. ഈ സെയിം ചാപ്റ്റർ ഈ എക്സാംസിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരും അല്ലേ. എന്തിനാ? അത് നമ്മൾ തറവാവാൻ. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ എക്സ്പീരിയൻസുകളുണ്ട്. അതായത് കുറേ ക്രൈസിസ്, ചാലഞ്ച്, പ്രശ്നങ്ങൾ, കുറേ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ? ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണോ? നമ്മളെ ഭക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളക്കാനാണോ? ചില മതങ്ങളൊക്കെ നമ്മളോട് പറയും പോലെ. അതല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും എന്താ പറയുക, നമ്മളെന്തെങ്കിലും മഹാപാപം ചെയ്തതിന് നമ്മളെ പണിഷ് ചെയ്യണോ, ശിക്ഷിക്കുകയാണോ? ഒന്നുമല്ല. ദൈവം അത്ര ക്രൂരനൊന്നുമില്ല. ദൈവം എന്താ പറയുക, ഏറ്റവും കരുണാമയനാണ്. ദൈവം ഇതൊക്കെ നമുക്ക് തരുന്നത്, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ധർമ്മം പൂർത്തിയാക്കാനാണ്. ആ ധർമ്മം പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് ചില പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ആ പഠിക്കാനുള്ള പാഠങ്ങളാണ് ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഉള്ളത്, ഈ ചാലഞ്ചിലും ക്രൈസിസിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ഓരോ പാഠവും കഴിയുമ്പോൾ നമ്മൾ അതിലുള്ള പാഠങ്ങളെ പഠിക്കണം. ഓരോ ചാപ്റ്ററും കഴിയുമ്പം അതിലുള്ള ലെസൺസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അത് പഠിക്കാണ്ട് ചില കുട്ടികളില്ലേ, അപ്പോൾ പഠിക്കാതെ ഇങ്ങനെ കൂട്ടി 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 വെക്കും. എന്നിട്ട് പരീക്ഷ ആകുമ്പോൾ ആകെ എന്താ പറയുക, ടെൻഷനും വറിയും വ്യാകുലയും, എന്നിട്ട് ടെൻഷൻ കയറുക, പാനിക് അറ്റാക്ക് വരും.
ഇതേപോലെയാണ് നമ്മളെ ജീവിതത്തിൽ നമുക്കുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കാതെ അതങ്ങനെ അവിടെ ഇട്ടാൽ വേദനകളായിട്ട് അല്ലേ, നമുക്ക് ചില എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, പലരും നമ്മളോട് ചെയ്തതൊക്കെ വളരെ ഹേർട്ട്ഫുള്ളായിട്ട് നമുക്കുണ്ടാവും. ഈ ഹേർട്ടൊക്കെ ഇല്ലെങ്കിൽ ഈ വേദനകളൊക്കെ നമ്മളിങ്ങനെ കൊണ്ട് നടന്നാൽ അതാണ് നമുക്ക് അസുഖങ്ങളായിട്ട് വരുന്നത്. പല വേദനകളും പല ക്യാൻസറും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ടോക്സിനായിട്ട് പല സ്ഥലത്ത് പല പ്രയാസങ്ങളായിട്ട് വരുന്നത് ഈ പാഠങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ ഏറ്റവും എന്താ പറയുക പിടിച്ചു കുലുക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലേ, അതിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാഠമുള്ളത്. അപ്പോൾ നിങ്ങളെ ഏറ്റവും ഒലച്ചു കളഞ്ഞ ജീവിതാനുഭവങ്ങളോടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ക്വാളിറ്റിയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. ടോണി റോബിൻസ് പറഞ്ഞൊരു ഫേമസ് കൊട്ടേഷൻ ആണ്, ദ ക്വാളിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദറ്റ് യു ആസ്ക് ഡിറ്റർമിൻ ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം. ഞാൻ ആക്ച്വലി ഈ ഒരു സംഭവം ഞാൻ ആദ്യമേ വിശ്വസിക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു ധർമ്മമുണ്ട്, എനിക്കെന്തോന്ന് ചെയ്യാനുണ്ടെന്നും ഞാനത് ചെയ്യണം എന്നും. അപ്പോഴാണ് എൻ്റെ സൃഷ്ടാവിനോടുള്ള എൻ്റെ ഒരു കടമ പൂർത്തി. ഇത് കുട്ടിക്കാലം മുതലേ എനിക്കുള്ളൊരു ചിന്തയാണ്. അപ്പം ഞാൻ അസുഖം വന്ന് കിടപ്പിലായപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയതും ഇതാണ്. എനിക്കിവിടെ എന്തോ ചെയ്യാനുണ്ട്, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ കിടപ്പിലായാൽ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റുക? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഈ ഒരു കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകാനുള്ള കാരണം? എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടായില്ല. കുറേ വർഷങ്ങൾ ഞാൻ ഇതുതന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം മനസ്സിന് കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ ആക്ച്വലി എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചില ചിന്തകളായിരുന്നു. ഈ ഒരു കൺസെപ്റ്റിലേക്ക്, അതായത് ഞാൻ എൻ്റെ മനസ്സിനെ ഷട്ട് ചെയ്യാനും എൻ്റെ ആത്മാവിലേക്ക് കണക്ട് ചെയ്യാനും ഒക്കെ പഠിച്ചു തുടങ്ങിയതും അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴുമാണ് ശരിക്കും എൻ്റെ ഒരു പേർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിനോട് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസിനോടും ഞാൻ ഇതേപോലെ എനിക്ക് ആ ഒരു സംഭവം എനിക്ക് കിട്ടാൻ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഹരായി ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓരോ എക്സ്പീരിയൻസ് എല്ലാ ചാപ്റ്റേഴ്സും എനിക്ക് നന്നായി പഠിക്കണം എന്നായി. അപ്പോൾ ആ കിട്ടിയ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചപ്പോൾ ഓരോ കുത്തുകളും അതായത് എൻ്റെ പാസ്റ്റിലേക്കുള്ള കുത്തുകളൊക്കെ യോജിപ്പിക്കാൻ പറ്റി എനിക്ക്. സ്റ്റീവ് ജോബ്സ് പറയുന്നില്ലേ, യു കൻ ഓൺലി കണക്ട് ദ ഡോട്ട്സ് ബാക്ക്വേർഡ് നോട്ട് ഗോയിങ് ഫോർവേഡ്. അപ്പോൾ നമ്മൾ ബാക്ക്വേർഡുള്ള ജീവിതത്തിലുള്ള ഈ കുത്തുകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള പാത തുറന്നു കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസസിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക. ടീച്ചർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എക്സാം നടത്തുന്നത് പോലെ ഒരേ എക്സ്പീരിയൻസിനെ നമ്മൾ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചെയ്യണം. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മൾ ഡേ ബൈ ഡേ ഗ്രോ ചെയ്യുന്നുണ്ട്, ഡേ ബൈ ഡേ നമ്മൾ വളരുന്നുണ്ട്, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മളുടെ അറിവിൻ്റെ ആ ഒരു വാതായനം തുറന്നുകൊണ്ട് വീണ്ടും വീണ്ടും അതിൻ്റെ ചുറ്റളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം 2014 ഉണ്ടായ ഒരു അനുഭവത്തെ 2020 നിങ്ങൾ ചോദ്യം ചെയ്തു. 2020 കഴിഞ്ഞ് 2021 നിങ്ങൾ ഒന്നും കൂടെ വളർന്നു. 2021 നിങ്ങൾ ഒന്നും കൂടെ ആ എക്സ്പീരിയൻസിന് ക്വസ്റ്റ്യൻ ചെയ്യാം. 2025 വീണ്ടും ഇതിനെ ജോയിൻ ചെയ്യാം. വീണ്ടും 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 അതേ ചാപ്റ്ററിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫ്, അതായത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസസും നിങ്ങൾക്കുള്ള പാഠങ്ങളാണ്. അത് ഉൾക്കൊള്ളും. ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ പേർപ്പസ് ജീവിക്കുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് 90 വയസ്സായാലും, ഞാനൊരിക്കൽ ഏതോ ഒരു ക്ലാസ്സിൻ്റെ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു, മോളെ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞ് ഞാൻ റിട്ടയർഡ് ആയിട്ട് ഇപ്പോൾ എന്താ പറയുക റിട്ടയർമെൻറ്റ് ലൈഫിലാണ്, ഇനിയിപ്പോൾ എന്ത് പേർപ്പസ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇനി എന്ത് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് 94 വയസ്സായി ഇപ്പോഴും നിങ്ങൾ ജീവനോടെ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾക്ക് ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളത്. എത്ര വയസ്സായാലും ഒരു ദിവസം ഒരു ആക്ഷനെങ്കിലും നിങ്ങൾ അതിന് വേണ്ടി എടുത്താൽ ഭയങ്കര സമാധാനത്തോടെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാം. ഇരിക്കുകയോ കിടക്കുകയോ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഉള്ളൊരു കംഫർട്ട് അനുസരിച്ച് ഇരിക്കുക. ശ്രദ്ധിക്കേണ്ടത് നടു നിവർത്തി വെക്കണം. കൈ ഇങ്ങനെ, അത് മടിയിലോ കട്ടിലോ വയ്ക്കുക. കിടക്കുകയാണെങ്കിൽ കണ്ണ് സാവകാശം അടയ്ക്കുക. ഇരിക്കുകയാണെങ്കിൽ കാല് പിണച്ച് വെക്കരുത്, കാൽപാദം തറയിൽ പതിച്ച് വെക്കുക. കാല് തരുത്ത് പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി സാധാരണ നിലയിൽ ശ്വാസം അയക്കുക. മനസ്സും ശരീരവും ഒക്കെ ഈ മെഡിറ്റേഷനിലൊന്ന് കേന്ദ്രീകരിക്കാൻ.
ഒരു ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും നിങ്ങളുടെ ശരീരം പൊങ്ങുന്നതും താവുന്നതും ഒന്ന് അനുഭവിക്കുക. നിങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രസൻസ്, ആ ഒരു സാന്നിധ്യം ഒന്ന് തിരിച്ചറിയുക. ഒന്ന് അകക്കണ്ണിൽ കാണുകയല്ല, അതൊന്ന് അനുഭവിക്കുക. അതൊരു ശരീരമുണ്ട്, അതെൻ്റെ ശരീരമാണ്, അതൊന്ന് അനുഭവിക്കുക. ഇനി പതുക്കെ നമ്മൾ ശ്വാസത്തിൻ്റെ ഗതിയൊന്ന് മാറ്റുകയാണ്. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും സാവകാശം അത് പുറത്തേക്ക് വിടുകയും അതോടൊപ്പം ശരീരം വിശ്രമത്തിലേക്ക് പോകുന്നത് അറിയുകയും ചെയ്യുകയാണ്. ഒരു 3 ശ്വാസം ഇങ്ങനെ എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശരീരം വിശ്രമത്തിലേക്ക് പോകുന്നത് അനുഭവിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. നമ്മളൊരു 5 ശ്വാസം വൈറ്റൽ ബ്രീതിങ് എന്ന് പറയും. വൈറ്റൽ ബ്രീതിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണും ശ്വാസം എടുക്കുമ്പോൾ അതിനൊരു റേഷ്യോ ഉണ്ട്. 1:4:2. അതായത് ഉള്ളോട്ട് എടുക്കുമ്പോൾ 3 വരെയാണ് എണ്ണുന്നതെങ്കിൽ പിടിച്ചു വെക്കേണ്ടത് 12 വരെ, 4 ഇരട്ടി. പുറത്തേക്ക് വിടുന്നത് 6 എണ്ണുമ്പോഴത്തേക്ക്, അപ്പോൾ 2 ഇരട്ടി. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് 3, 5, 10 നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. 1:4:2 ആ റേഷ്യോ കീപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ എണ്ണും. 3 ഞാൻ എടുക്കുന്ന കൗണ്ട്. കാരണം പലർക്കും പല രീതിയിലായിരിക്കും ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റുക. നമുക്ക് 3 പോവാം. ഉള്ളോട്ട് എടുക്കുമ്പോൾ ഞാൻ 3 വരെ എണ്ണും. ഓക്കെ, 12 വരെ എണ്ണും പിടിച്ചു വെക്കാൻ, 6 വരെ എണ്ണും പുറത്തേക്ക് വിടാം. നമുക്ക് തുടങ്ങാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1, 2, 3 പിടിച്ചു വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. പുറത്തേക്ക് വിടുക. 1, 2, 3, 4, 5, 6. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1, 2, 3 പിടിച്ചു വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. പുറത്തേക്ക് വിടുക. 1, 2, 3, 4, 5, 6. ഇനി ഞാൻ എണ്ണൂല, ഞാൻ പറയുക മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം നന്നായിട്ട് വിശ്രമത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ഒന്ന് അനുഭവിക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. സ്വയം എണ്ണുകയും വേണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പിടിച്ചു വെക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പിടിച്ചു വെക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പിടിച്ചു വെക്കുക.
ഇനി നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ മുന്നേ എപ്പോഴെങ്കിലും കഴിഞ്ഞു പോയതോ ആയിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്നതും എടുക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എടുക്കുക. വിഷമമുള്ളത് എടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ആണ് ഏറ്റവും വേദനാജനകമായിട്ട് അവിടെ കിടക്കുന്നത്. നമ്മളെല്ലാ എക്സ്പീരിയൻസിനെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം, സന്തോഷമുള്ളതിനെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വേദനയുള്ള ഒന്നിനെ ഉദാഹരണമായിട്ട് എടുക്കുന്നു. ഇനി അതിനെ ചുറ്റിപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും ഓർക്കുക. നിങ്ങളിലുള്ള എല്ലാ ഫീലിങ്സും, ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി നിങ്ങളിൽ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് അനുഭവിക്കുക. ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. സംഭവം നിങ്ങൾക്കൊരു സിനിമ കാണുമ്പോൾ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി ചോദ്യങ്ങൾ ചോദിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ചോദിക്കുന്ന ഏറ്റവും നല്ല ചോദ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. എന്തിന്, എങ്ങനെ, എന്താണ്. നിങ്ങൾക്ക് ചോദ്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെൻ്റെ ജീവിതത്തിലുള്ള ഒരനുഭവമാണ്, ഇതിലൂടെ എന്നെ എന്തോ ഒന്ന് പഠിപ്പിക്കാനാണ് എന്നെനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തായാലും അതൊന്ന് എനിക്ക് വ്യക്തമാക്കി തരൂ എന്നെങ്കിലും പറയുക. ആദ്യത്തെ തവണയാണ്, പെട്ടെന്ന് നമ്മൾക്ക് ഉത്തരങ്ങൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ചില ഉത്തരങ്ങൾ നമ്മൾക്ക് വർഷങ്ങൾ കൊണ്ടാണ് കിട്ടുക. എന്നാലും നിങ്ങൾ ഏതവസ്ഥയിലാണ് ഇപ്പെങ്കിലും അതൊക്കെ പെർഫെക്റ്റാണ്. ചോദ്യങ്ങൾ ചോദിക്കുക. ഉത്തരം കിട്ടിയില്ലെങ്കിലും ചോദ്യം നിർത്തരുത്. കാരണം നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പം ആദ്യം നിങ്ങളുടെ മനസ്സാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത്രയും കാലം മനസ്സിലാണ് ജീവിച്ചത്. നമുക്ക് ഉത്തരം ആത്മാവിൽ നിന്ന് വരണം. അതിന് നമ്മൾ മനസ്സിനെ പതുക്കെ ഓഫാക്കി അവിടെ വെക്കാൻ പരിശീലിക്കും. ഇനി നമുക്ക് വരുന്ന ഉത്തരം അത് മനസ്സിൽ നിന്നാണോ ആത്മാവിൽ നിന്നാണോ എന്ന് എങ്ങനെയാ അറിയാം? ആദ്യത്തെ ചിന്ത ആത്മാവിൽ നിന്നുള്ളതാണ്. പിന്നീട് വരുന്ന ചിന്തകളൊക്കെ ഈ ചിന്തയെ കൗണ്ടർ ചെയ്യാനുള്ളതാണ്. ആ ചിന്തകളൊക്കെ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഒറിജിനൽ ചിന്തയെ കുറ്റപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ തടസ്സം ചെയ്യാനോ ഒക്കെ വരുന്ന ചിന്തകൾ അത് മനസ്സിൽ നിന്നാണ്. ആ സംഭവത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യുക, സംഭവത്തിൻ്റെ നെഗറ്റീവ് വശങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യുക, ആ സംഭവത്തിൻ്റെ ന്യൂട്രൽ വശങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് ഉത്തരങ്ങൾക്ക് കാതോർക്കുക. ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരത്തിന് കാതോർക്കാനുള്ള ക്ഷമ കാണിക്കുക. ഉത്തരം കിട്ടുന്നത് വരെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാനുള്ള ക്ഷമയും കാണിക്കുക. ഒരേ പാഠത്തെ ബേസ് ചെയ്ത് ടീച്ചർ ഒരുപാട് പരീക്ഷകൾ നടത്തുന്നത് പോലെ ഒരേ എക്സ്പീരിയൻസിനെ നമ്മൾ ഒരുപാട് തവണ ചോദ്യം ചെയ്യണം. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും ചോദ്യം ചെയ്യുക. ഈ വർഷം ഒരു ഉത്തരം കിട്ടിയെങ്കിൽ അടുത്ത വർഷം വീണ്ടും ചോദ്യം ചെയ്യുക. ഇപ്പം നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു ചാലഞ്ചിനെ അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം ചെയ്യണം. എന്തിനാണ്, എന്തായിരിക്കും, എങ്ങനെയാണ്, അങ്ങനെ എന്തിന്, എന്നിട്ടെന്തിന്, ഇങ്ങനെ
ഇങ്ങനെ ആവുന്നത് കൊണ്ടുള്ള ഗുണമെന്ത്, ഇങ്ങനെ ആയാൽ എന്താ, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ ആംഗിളിൽ നിന്നും ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ മുഴുവൻ എക്സ്പീരിയൻസിനെ നമുക്ക് ചോദ്യം ചെയ്യാനോ ഉത്തരം കണ്ടെത്താനോ ആവില്ല. എന്നാലും നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിലെങ്കിലും തുടങ്ങാം. ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിലേക്ക് വരിക. സാവകാശം തിരിച്ചു വരാം. നമ്മുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ശരീരത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശരീരം പോകുന്നതും താഴുന്നതും അനുഭവിക്കുക. സാവകാശം കൈയിലെയും കാലിലെയും വിരലുകൾ അനക്കുക. നിങ്ങൾ റെഡിയാവുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടുകൂടി സാവകാശം കണ്ണുകൾ തുറക്കുക. എനിക്കറിയാം ഇത് പലർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഏതൊരു സ്റ്റേജിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിലും കുഴപ്പമില്ല, ഇത് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസമെങ്കിലും നമ്മുടെ പേർപ്പസ് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അതൊരു വല്ലാത്ത അനുഭവമാണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ പലരോടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷമങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, എന്നെ അങ്ങനെ വിഷമിപ്പിച്ചു, പലരോടും നമുക്ക് പക അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഉണ്ടാവും. അവരൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചാപ്റ്റർ, ഒരു ലെസൺ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ആളുകളോട് നിങ്ങൾക്ക് വല്ലാത്തൊരു നന്ദി തോന്നും. നിങ്ങൾ അവരെ അനുഗ്രഹിക്കും, നിങ്ങൾ അവരോട് നന്ദി പറയും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആളുകളെ എന്ന് വിചാരിച്ച ആളുകളൊക്കെ ഇന്ന് എനിക്ക് ഏറ്റവും നന്ദിയുള്ള ആളുകളാണ്. അവരാണ് എന്നെ ഇന്നത്തെ ഞാനാക്കിയത്. ശരിക്കും പറഞ്ഞാൽ അവരാണ്. അവരിലൂടെ അവരൊക്കെ നമ്മളൊക്കെ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നാടകമാണ്. ഈ സ്ക്രിപ്റ്റിൽ പല കഥാപാത്രങ്ങളുണ്ട്. അവർ വരുന്നു, അവരുടെ റോൾ അവർ വൃത്തിയായിട്ട് അഭിനയിക്കുന്നു, അവർ പോകുന്നു. അപ്പം ആ റോൾ ചെയ്തു പോയത് അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, എന്നെ ദൈവം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച പാഠം വളരെ മനോഹരമായിട്ട് എന്നെ പഠിപ്പിച്ചു പോയവരാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു നന്ദി, എന്താ പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലേ, അതാണ് ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങൾ അനുഭവിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിന് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ പേർപ്പസിലേക്ക് അടുക്കുന്നത്. അപ്പം നാളെ ഒരു നല്ല തേനീച്ചയായിട്ട് പരാഗണങ്ങൾ, ഒരുപാട് ചെടികളുടെ പരാഗണങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള ഒരു ആശംസകളോടെ ഇന്ന് നമുക്ക് പിരിയാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.